അവൾക്ക് സൈക്കിള് അവളെയും കൂടി കൊണ്ടുവന്നാലോ? ഇവിടെ ഇപ്പൊ നയനെ ആശുപത്രി കൊണ്ടുപോകാനും ശുശ്രൂഷിക്കാനൊക്കെ ഇഷ്ടം പോലെ ആളുണ്ട്. അതുകൊണ്ട് ആദർശ് പോയതുകൊണ്ട് മോളുടെ കാര്യങ്ങൾ നടക്കില്ല എന്ന് പറയുന്നത് തെറ്റാണ്. അല്ലെങ്കിൽ വേണ്ട. മോളെ, അമ്മ എന്റെ കാര്യം അവന് ഓർക്കണ്ട. നയന മോളെ പറ്റി ഒരു നിമിഷം അവന് ഓർക്കണ്ടേ? അവളുടെ വയറ്റിലൊരു കുഞ്ഞില്ലേ? ഈ സമയത്ത് ആദർശിനെ കാണാതെ മോൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമോ? ഈ പരാതിയൊക്കെ നീ മറ്റാരോടും അല്ല മോളെ പറയണ്ടേ, അവന്റെ മുത്തശ്ശനോടാ. ഇതുവരെ കാണാത്ത സംസാരവും സ്വഭാവം ഒക്കെയാ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നേ. എന്നെ ഓർത്ത് മാത്രം അമ്മ മോള് ആദർശിനൊപ്പം പോകാതിരുന്നത്. പിന്നെ ചന്തുമോൾക്കും മോളില്ലാതെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അതൊക്കെ ഓർത്തിട്ട് മാത്രം നയന മോൾ ഇവിടെ നിൽക്കുന്നത് തന്നെ. ആദർശില്ലാത്ത അനന്തപുരി തറവാട് ഉറങ്ങിയതുപോലെയാ മോളെ. അനി ഇതൊന്നും അറിഞ്ഞിട്ടില്ല. ഇനി അവൻ അറിയുമ്പോ അവൻ എന്തുമാത്രം വിഷമം ഉണ്ടാവുമെന്ന് മോക്കറിയാലോ. വേറൊരുത്തനുണ്ട് ഇവിടെ. അവൻ ചിലപ്പോ ആദർശ് പോയത് പടക്കം പൊട്ടിച്ച് ആഘോഷിച്ചെന്ന് വരും. എന്നാൽ അതുപോലെയല്ല അനിയുടെ കാര്യം. അവൻ എന്ത് സംഭവിച്ചാലും ആദർശിനൊന്നും സംഭവിക്കരുതെന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന കൂട്ടത്തിലാ എന്റെ അനിമോൻ. പിന്നെ എന്തുകൊണ്ടാമേ നമുക്ക് ഇങ്ങനെ ഒരു തിരിച്ചടി ഉണ്ടായത്? ആദർശിന്റെ വിജയത്തിനു വേണ്ടി നമ്മൾ നടത്താത്ത വഴിപാടുകളില്ല, പ്രാർത്ഥിക്കാത്ത ദൈവങ്ങളും ഇല്ല. ആഹാരം പോലും ഉപേക്ഷിച്ചാ ഞാൻ വ്രതം എടുത്തത്. എന്നിട്ടും വലിയ തകർച്ചയാണല്ലോ ഉണ്ടായത്. അമ്മ എന്ന് ചെന്ന് മോളെ സമാധാനിപ്പിക്ക്. മോൾക്ക് കുറച്ച് ആശ്വാസം കൊടുക്ക്. ആദർശ് ഇന്നലെ മോളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിരുന്നു. എങ്കിലും അതുകൊണ്ടൊന്നും മോൾക്ക് ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നൈനമോളുടെ മുഖത്തേക്ക് പോലും നോക്കാനാവുന്നില്ല മോളെ. ഈ വീട്ടില് മറ്റാര് സങ്കടപ്പെട്ടാലും നൈനമോളുടെ കണ്ണ് നനയരുതെന്ന് നിർബന്ധമുള്ള ആളായിരുന്നു ആദർശിന്റെ മുത്തശ്ശൻ. അങ്ങനെയുള്ള ആളാ ഇപ്പൊ മോളുടെ കണ്ണീരിന് പോലും വില കൊടുക്കാതെ. മനുഷ്യൻ എങ്ങനെ മാറാൻ പറ്റുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാനൊന്ന് മോളെ കണ്ടിട്ട് വരാം. മോളെ, നീ കുറച്ചുകൂടെ തന്റെയുടെ കാണിക്കണം മോളെ. ഇവിടെ വരുമ്പോ ഉള്ള നൈനെ നിനക്ക് ഓർമ്മയുണ്ടോ? നീ മറന്നു കാണും. നിന്റെ സ്വഭാവം പക്ഷെ ഞങ്ങൾക്കൊക്കെ നല്ല ഓർമ്മയുണ്ട്. അന്ന് ആദർശൻ ദേവയാനിയൊക്കെ നിന്നോട് കയർത്ത് സംസാരിക്കുമ്പോഴും നിന്നെ വെറുക്കുമ്പോഴും മോൾ അവരോടൊക്കെ പൊരുതി നിന്നിട്ടുണ്ട്. പക്ഷേ പിന്നീട് അങ്ങോട്ട് നിന്റെ സ്വഭാവം വല്ലാതെ ചേഞ്ച് ആവുന്നതാ ഞാൻ കണ്ടത്. ഞാൻ അങ്ങനെ പൊരുതി തന്നെ മുത്തശ്ശി. കുട്ടിക്കാലം മുതലേ ജീവിച്ചിട്ടുള്ളതാ. പക്ഷെ സ്നേഹത്തിന് മുന്നിൽ കീഴടങ്ങി പോകുന്നതായിരുന്നു എന്റെയും കല്യാണിയുടെ ഒക്കെ ദൗർബല്യം. ആദർശേട്ടനോടും അമ്മയോടും ആദ്യം ഉണ്ടായിരുന്ന ദേഷ്യമൊക്കെ പിന്നീട് സ്നേഹത്തിന് മുന്നിൽ വഴിമാറുകയായിരുന്നു. ജീവിതത്തിൽ ആദ്യമായിട്ടാ ഞാൻ ആദർശിന്റെ മുത്തശ്ശനെ കുറ്റപ്പെടുത്തുന്നേ. ഇതുവരെ അദ്ദേഹത്തിന്റെ പ്രവൃത്തികളെയൊന്നും ഞാൻ വിമർശിച്ചിട്ടില്ല. അങ്ങനെ വിമർശിക്കാനുള്ള അവസരം അദ്ദേഹം ഉണ്ടാക്കിയിട്ടുമില്ല. പക്ഷേ ഇവിടെ ചെയ്തത് തെറ്റായി പോയിന്ന് ഞാൻ പറഞ്ഞു. മോക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ അത് തുറന്നു പറയാം മോളെ. അതിലൊന്നും ഒരു തെറ്റുമില്ല. നമ്മൾ മിണ്ടാതിരുന്ന നമ്മുടെ മനസ്സിൽ എന്താണെന്ന് മറ്റുള്ളവരെ അറിയില്ലല്ലോ. പിന്നെ ആദർശ് പോയപ്പോ മോള് കൂടെ പോകാതിരുന്നത് എന്തുകൊണ്ട് നന്നായി. അങ്ങനെ പോകാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ലല്ലോ മോളിപ്പോ. മോൾ ഒന്നുകിൽ ഇവിടെ നിൽക്കണം, അല്ലെങ്കിൽ മോളുടെ വീട്ടിൽ പോയി നിൽക്കണം. അല്ലാതെ സുരക്ഷിതമല്ലാത്തൊരു സ്ഥലത്ത് നിന്ന് കഴിഞ്ഞാൽ എല്ലാവർക്കും മോളെ ഓർത്ത് സങ്കടം ഉണ്ടാവും. ദേവയാനി ആകെ സമനില തെറ്റിയ പോലെ നടക്കുക. ആദർശ് 2 ദിവസം മാറി നിന്നാൽ തന്നെ അവളുടെ സമാധാനം പോകും. പിന്നെ ഇവിടെ മോളും ചന്തുമോളും ഒക്കെ ഉള്ളതുകൊണ്ടാ അവള് പിടിച്ചു നിൽക്കുന്നത്. കുടുംബത്തിന്റെ താളം തെറ്റുമ്പോ അവിടേക്ക് കയറി വന്ന പെൺകുട്ടികൾ വേണം അതിന് തടയിടാൻ. അത് മാത്രല്ല, മോൾ ഇപ്പൊ സങ്കടപ്പെടേണ്ട ഒരു സമയമല്ല. അത് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത് ആദർശിന്റെ മുത്തശ്ശനായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് എന്തു പറ്റിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. മുത്തശ്ശി വീട്ടിലേക്ക് വന്ന ശേഷം എപ്പോഴെങ്കിലും ഇതുപോലൊരു തകർച്ച മൂർത്തി ജ്വല്ലറിക്ക് ഉണ്ടായിട്ടുണ്ടോ? അതില്ല, നാൾക്ക് നാൾ ഉയർച്ചയേ ഉണ്ടായിട്ടുള്ളൂ. എന്നാ സ്വന്തം ബിസിനസ് തകരുമ്പോ മുത്തശ്ശന് ഇങ്ങനെ ഒരു സ്വഭാവം കൂടി ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിന് ആദർശിനെ MD സ്ഥാനത്തുനിന്ന് മാറ്റിയാൽ മതിയായിരുന്നു. അതിപ്പോ അദ്ദേഹം പറയാതെ തന്നെ അവൻ മാറിയല്ലോ. പിന്നെ വീട്ടിൽ നിന്ന് പുറത്തു പോകുന്ന രീതിയിൽ സംസാരിക്കേണ്ട കാര്യമില്ലായിരുന്നു. പോട്ടെ, എല്ലാം നേരെയാവും. മോളെ ഈ വീട്ടിലേക്ക് വന്നപ്പോ ഒട്ടേറെ പരീക്ഷണങ്ങൾ ഉണ്ടായില്ലേ? അതുപോലെ മറ്റൊരു പരീക്ഷണം കൂടി. അതും ഉടനെ അവസാനിക്കും. മോളെ സങ്കടമൊക്കെ കളഞ്ഞിട്ട് സന്തോഷത്തോടെ ഇരിക്കാൻ നോക്ക്. ആദർശിനെ എപ്പോ വേണമെങ്കിലും മോക്ക് പോയി കാണാലോ. നീ എന്തിനാണ് ഇങ്ങനെ കരഞ്ഞു നിലവിളിച്ച് നടക്കുന്നത്? നിന്റെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അയാൾ ഇങ്ങനെ ഭ്രാന്ത് പിടിച്ച് നടക്കുന്ന സമയത്ത് നീ അകന്നു മാറി പോകുന്നതാ നല്ലത്. മിണ്ടരുത്, മിണ്ടി പോരുത്. നീ എന്തിനാ എന്നോട് വെറുതെ ചൂടായി സംസാരിക്കുന്നത്? അയാളെ പറ്റി പറയുമ്പോ നിനക്കെന്തിനാ ഇത്ര പൊള്ളുന്നത്? ഈ കുടുംബത്തിന്റെ ഐശ്വര്യമാണ് നിന്റെ ഭർത്താവെന്നാ എല്ലാരും പറയുന്നത്. പക്ഷെ ഇപ്പൊ ഈ വീടിന്റെ കാലൻ അയാള്. കാലം ചേച്ചിയുടെ ഭർത്താവാ? അവന് കുറച്ച് കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അവനെ എന്റെ കുഞ്ഞിനെയും സ്നേഹിക്കുന്ന സംരക്ഷിക്കണം ആഗ്രഹിക്കുന്ന ഒരുത്തനാ. ഇപ്പൊ സ്വഭാവ ദൂഷ്യമുള്ളതേ നിന്റെ ഭർത്താവിനാ. ചേച്ചിയുടെ ഭർത്താവിന്റെ സ്വഭാവ ദൂഷ്യം എന്താന്ന് ഞാൻ പറയട്ടെ? പറയടി, നീ പറ. നീ എന്ത് പറഞ്ഞാലും ശരി. ആദർശിനെ പോലെ ഭൂലോക ഫ്രോഡായ ഒരുത്തനെ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഭൂലോക ഫ്രോഡ് ചേച്ചിയുടെ ഭർത്താവാന്ന് ഞാൻ പറഞ്ഞില്ലേ? ഇനി ഒന്നും മറച്ചു വെച്ചിട്ട് കാര്യമില്ല. അവനാ ഈ കുടുംബത്തെ തകർത്തത്. അവനാണ് ശരിക്കും. മോളെ എന്താ എന്റെ ആദർശനെ പറ്റി ഇനി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാ അതെനിക്ക് സഹിക്കാൻ പറ്റില്ല അച്ഛാ. നവിയെ, നമ്മുടെ ബിസിനസ് മാത്രമല്ല, ഈ വീട് ഇപ്പോ വലിയൊരു തകർച്ചയെ നേരിട്ടുകൊണ്ടിരിക്കുക. എല്ലാവരും തമ്മിൽ പരസ്പരം ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയം. ആ നേരത്ത് ആദർശ് വീട് വിട്ടു പോയതിന് സങ്കടപ്പെട്ട് നിൽക്കുന്ന മോളെ സമാധാനിപ്പിക്കുന്നതിന് പകരം നീ എന്തിനാ ചൊടിപ്പിക്കാൻ നോക്കുന്നത്? ഞാൻ പറയേണ്ട കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. എന്താ ചേച്ചി പറയുന്നത്? എന്റെ ആദർശനെ വിമർശിക്കാനും കുറ്റപ്പെടുത്താനും എന്താ അർഹത ചേച്ചിക്കുള്ളത്? മോള് വാ മോളെ. മറ്റുള്ളവരുടെ മാനസികാവസ്ഥ എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയാത്തവരോട് സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല. മോള് വാ. അമ്മായച്ചനും അമ്മായിയമ്മയും ഭർത്താവും എല്ലാം കണക്കാം. എന്നിട്ട് അവൾ എന്റെ നേരെ ചാടിത്തുള്ളി വരുന്നു. മോളെ, ശക്തമായൊരു മഴയത്ത് മോളുടെ അച്ഛനും അമ്മയ്ക്കും ഒപ്പം ഈ വീട് വിട്ടു പോകാൻ പോയപ്പോ കുറെ ദിവസത്തെ ബിസിനസ് ടൂറിന് ശേഷം മടങ്ങി വന്ന ഞാനാ മോളെ ഇവിടെ പിടിച്ചു നിർത്തിയത്. അന്നൊക്കെ ഇവിടെ പലരും മോളുടെ ശത്രുക്കളായിരുന്നു. ഇന്ന് മോളെ ജീവനില്ല സ്നേഹിക്കുന്നവർ പോലും അന്ന് മോള് പോയിരുന്നെങ്കിൽ ഈ വീടുമായിട്ടുള്ള മോളുടെ ബന്ധം അറുത്തു മാറ്റപ്പെട്ടേനെ. അതുപോലുള്ള തിരിച്ചടികൾ എപ്പോഴും ജീവിതത്തിലുണ്ടാവും. മോൾ അമ്മയാവാൻ തയ്യാറെടുക്കുന്നതുകൊണ്ട് മാത്രമാണ് മോളെ ഞങ്ങളിവിടെ പിടിച്ചു നിർത്തുന്നത്. പിന്നെ ചില ലക്ഷ്യങ്ങളോടെയാണ് ആദർശ് വീട് വിട്ടു പോയിരിക്കുന്നതെന്ന് എനിക്കറിയാം. അതെല്ലാം നിറവേറ്റി കഴിയുമ്പോൾ അവൻ മടങ്ങി വരുമായിരിക്കും. അതുവരെ
മോള് സങ്കടവും ദേഷ്യവും കാരണം അപ്രിയ സത്യങ്ങൾ വിളിച്ചു പറയരുത്. ആദർശ് പോയതിന്റെ പിന്നാലെ നവ്യ സത്യങ്ങളെല്ലാം മനസ്സിലാക്കിയ വീണ്ടും നമ്മളെല്ലാം ഒരു ദുരന്തത്തിന് സാക്ഷിയാവേണ്ടി വരും. ഞാൻ പറഞ്ഞ പോലെ ആദർശ് നാളെ മടങ്ങി വരാൻ മോളെ. പക്ഷേ അഭിയെ പറ്റിയുള്ള കാര്യങ്ങൾ അറിഞ്ഞ ശേഷം നവ്യ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ പിന്നെ പരിഹരിക്കാൻ കഴിയുന്ന വരില്ല. ഈ വീട്ടിൽ ഞങ്ങളെക്കാളും പക്വതയുള്ള ആളല്ലേ മോള്. അങ്ങനെയുള്ള മോള് മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയാതെ നവ്യയെ ചൊടിപ്പിക്കാൻ എന്തെങ്കിലും പറയരുത്. അവളെ തോൽപ്പിക്കാൻ ശ്രമിക്കരുത്. അങ്ങനെ ശ്രമിച്ചാൽ തോറ്റുപോകുന്നത് നമ്മൾ തന്നെയായിരിക്കും. എന്നാലും അഭിയെ നല്ലവനാക്കിയിട്ട് ഒരു തെറ്റും ചെയ്യാത്ത എന്റെ ആദർശേട്ടനെ വിമർശിക്കുമ്പോ എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല അച്ഛാ. അവൻ തന്നെ എല്ലാത്തിനും കാരണം. ഈ കുടുംബത്തിലെ അസുരൻ അവനാ. ഇന്ന് ഞാനിത് കൊല്ലൂടാ. നാണം കെട്ടവൻ. ഈ വീട് തുളച്ചത് നീ ഒറ്റ ഒരുത്തനാടാ. ഇന്ന് ഞാനിത് കൊല്ലൂടാ. കൊല്ലും നിന്നെ ഞാൻ. നിന്നെ കൊല്ലൂടാ ഞാൻ. കൊല്ലും നിന്നെ ഞാൻ. എന്താ എന്താ ഇത്? വീട് ഏട്ടാ? എന്റെ സകല നിയന്ത്രണം വിട്ടിരിക്കുക. എന്താ ഈ വീടിന്റെ നാശത്തിന് ജനിച്ചവനവൻ. ഇനി ഇവൻ ജീവിക്കണ്ട. വീട് ഏട്ടാ? പ്ലീസ് ഏട്ടാ, അവനെ വീട് പ്ലീസ് ഏട്ടാ, അവനെ കൊല്ലല്ലേ. എല്ലാം ഒരുപാട് സഹിച്ചു. നയനമോളിപ്പോ നിന്റെ ഭാര്യയോട് എല്ലാ സത്യം വിളിച്ചു പറഞ്ഞേനെ. ഞാൻ തടഞ്ഞില്ലായിരുന്നെങ്കിൽ ആദർശല്ല ഈ വീട്ടിൽ നിന്ന് പോകേണ്ടതെന്ന് എല്ലാവർക്കും അറിയാം. നീ ഈ വീടിന്റെ പടി ഇറങ്ങി പോകേണ്ട സമയം കഴിഞ്ഞു. എന്നിട്ട് നിന്നെ പിടിച്ചു നിർത്തുമ്പോ നീ ഈ വീടിനെയും വീട്ടിലുള്ളവരെയും തകർക്കാനാ നോക്കുന്നതല്ലടാ. അത് ഞാനൊന്നും ചെയ്യുന്നില്ല അമ്മാവ. മിണ്ടരുത്. ആദർശ് ദുബായിലെ ജയിലിൽ കിടക്കാൻ വേണ്ടിട്ട് നീയും ഇവളും എത്രമാത്രം ആഗ്രഹിച്ചെന്ന് ഞങ്ങൾക്കറിയാടാ. നീയും ഇവള് സംസാരിച്ചൊക്കെ മുറിയിൽ ഇരുന്ന് ആദർശ് കേട്ടിട്ടുണ്ട്. നിന്നെ രണ്ടിനെയും കത്തിച്ചു കളയേണ്ട സമയം കഴിഞ്ഞു. എന്നെ കൊണ്ട് അത് ചെയ്യിക്കരുത്. നിന്റെ മുത്തശ്ശനൊപ്പം നിൽക്കുന്നുണ്ടെങ്കിലും ആദർശ് പോയതിന്റെ ദേഷ്യവും സങ്കടമൊക്കെ അങ്ങനെ കൊണ്ട് അതാണ് ഇപ്പൊ കാണിച്ചത്. അമ്മ ഇവിടെ വന്നില്ലായിരുന്നെങ്കിലേ അയാളിപ്പോ എന്നെ കൊന്നേനെ. അതിനിടയ്ക്ക് അയാൾ പറഞ്ഞു നീ കേട്ടായിരുന്നോ? നായന നവ്യോട് സത്യം പറയാൻ പോയെന്ന്. ഇനിയിപ്പോ അങ്ങനെയൊക്കെ സംഭവിക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് മോനെ. നീ അതൊക്കെ മുളയിലെ നുള്ള നോക്കിയാ നല്ലത്. ഇതുവരെ എന്റെ അമ്മമാർ എന്റെ ദേഹത്ത് കൈവച്ചിട്ടില്ല. അതൊരു ആശ്വാസമായിട്ട് നടക്കായിരുന്നു ഞാൻ. അമ്മായിയുടെ ഭാഗത്തുനിന്ന് എനിക്കും അമ്മയ്ക്ക് ഇപ്പൊ ബേഷായിട്ട് കിട്ടുന്നുണ്ട്. ഇപ്പൊ അങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിനകത്ത് പിടിച്ചിരിക്കാൻ വലിയ ബുദ്ധിമുട്ടാമേ. നമ്മളെ നോവിക്കുന്നവരെ അതിന്റെ ഇരട്ടിയായിട്ട് ദൈവം നോവിക്കുന്നുണ്ടല്ലോടാ മോനെ. പിന്നെ പരമാവധി പിടിച്ചു നിൽക്കാൻ നോക്ക്. അങ്ങനെ നിന്ന് കഴിഞ്ഞാ ഇനി ഈ വീട്ടിനകത്തുള്ളവരുടെ തകർച്ച നമുക്ക് കാണാൻ പറ്റും. ദാമോട്ട കുറച്ച് ദിവസം ദാമോട്ടിന് ഇവിടെ നിൽക്കേണ്ടി വരും. എത്ര ദിവസമാണ് നിൽക്കുക സാറേ? അതിനൊരു ബുദ്ധിമുട്ടില്ല. അല്ല മേഡം വന്നില്ല സാറേ? ഇല്ല, അതിൽ കുറച്ച് വിഷമമുണ്ട്. തൽക്കാലം അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തേ പറ്റും. അതാ ഇപ്പോഴത്തെ സാഹചര്യം. ആ ശരി സാർ. സാറേ കുടിക്കാൻ എന്തെങ്കിലും? ഇപ്പോഴൊന്നും വേണ്ട. ശരി സാറേ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഹലോ ആദർശേട്ടാ. നീ കരയുവാണോ? അല്ല ആദർശേട്ടാ, ഇന്നലെ രാത്രി ഞാൻ എന്റെ മനസ്സിലുള്ളത് മുഴുവൻ നിന്നോട് പറഞ്ഞതല്ലേ. അമ്മയും ചന്തുമോളെയൊക്കെ സമാധാനിപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. എന്നിട്ട് നീ അതൊന്നും കേൾക്കുന്നില്ലല്ലോ. നമുക്കൊരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞാൻ നിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നോളാം. അത് ശരി. അപ്പൊ അത്രയും നാളും ഞാൻ ആദർശേട്ടൻ ഇല്ലാതെ ഇവിടെ കഴിയണോ അല്ലേ? ഞാനിങ്ങനെ പറഞ്ഞതല്ലേ ഉള്ളൂ. ചിലപ്പോ ഉടനെ തന്നെ ഞാൻ അങ്ങോട്ടേക്ക് വന്നു വരാം. ഞാൻ ആഗ്രഹിച്ച പോലെ കാര്യങ്ങളൊക്കെ നടക്കുവാണെങ്കിൽ. എന്തായാലും തോറ്റ തലതാഴ്ത്തി ഞാൻ ഇനി അങ്ങോട്ടേക്കില്ല. നീ എന്നെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ എന്നെ കൂടുതൽ വിഷമിപ്പിക്കില്ല. ഞാൻ വീട് വിട്ട് പോകുന്നത് വിശ്രമിക്കാൻ വേണ്ടിയല്ല, പഴയതിനേക്കാളും കൂടുതൽ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട്. അത് നമ്മുടെ കുടുംബത്തിനും ബിസിനസിനും വേണ്ടിയിട്ട് ഞാൻ നിന്നെ ഇടയ്ക്ക് വിളിച്ചോളാം. ഇരിക്കാം. അറിയാം, ഞാനെല്ലാം അറിഞ്ഞത്. ഞാനും നിന്റെ ജോലിയുടെ കുറെ ഷെയർ എടുത്തിട്ടുണ്ടായിരുന്നു. മൊത്തം ഇടിഞ്ഞ് താഴ്ന്നിട്ടുണ്ട്. അത് കാരണം നീ വീട് വിട്ട് പോരേണ്ട കാര്യം ഉണ്ടായിരുന്നോ? എടാ, ഞാൻ MD സ്ഥാനം രാജിവെച്ചു. അത് പറഞ്ഞു. നിഫ്റ്റിയിൽ ലിഫ്റ്റ് ചെയ്തൊരു കമ്പനിയായിരുന്നു മോർത്തിസ് ഗ്രൂപ്പ്. അങ്ങനെയുള്ള ഒരു കമ്പനിയുടെ MD രാജിവെക്കുമ്പോ എന്തായാലും അത് വാർത്തകളിൽ ഇടം പിടിക്കും. നീ പിന്നെ മൊത്തത്തിൽ പാനിക്കായിരുന്നുകൊണ്ടാണ് ഞാൻ വിളിക്കാതിരുന്നത്. ആ സമയത്താണ് നീ എന്നെ വിളിച്ച് കാണുമെന്ന് പറഞ്ഞത്. എടാ, ബിസിനസ്സിൽ ഉയർച്ച താഴ്ചകളൊക്കെ സാധാരണമാണ്. പക്ഷേ മോർത്തിസ് ജ്വല്ലറിക്ക് ഇത് ആദ്യത്തെ സംഭവം ആയതുകൊണ്ടാണ് എല്ലാവരും ഇങ്ങനെ ഷോക്കായി പോയത്. പക്ഷേ അതിന് നീ വീട് വിട്ട് പോകേണ്ട കാര്യം എന്തായിരുന്നു? ഞാൻ വീട് വിട്ട് വന്ന എന്തിനാണെന്ന് നയനോട് പറഞ്ഞിട്ടുണ്ട്. അതേപ്പറ്റി വിശദമായിട്ട് പറയാനാ ഞാൻ നിന്നോട് വരാൻ പറഞ്ഞത്. ആരും ഒരാള് ഞങ്ങളെ തകർക്കാൻ നോക്കുന്നുണ്ട്. അത് ആരാണെന്ന് മുത്തച്ഛന് പോലും മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. എനിക്കും അതിനെ കഴിഞ്ഞിട്ടില്ല. പക്ഷേ മുത്തച്ഛന് വളരെ നേരത്തെ അങ്ങനെ ഒരു സൂചന തന്നതാ. ഞാൻ ഇടയ്ക്ക് ജയനങ്ങളിനെ വിളിച്ചിരുന്നു. അപ്പോ അങ്കിളും ഇതേ അഭിപ്രായം തന്നെ എന്നോട് പറഞ്ഞത്. എടാ, ഒരു സമയത്ത് ശത്രുക്കൾ വലയം ചെയ്ത് നിന്നിരുന്നത് ഞങ്ങൾക്ക് ചുറ്റുമായിരുന്നു. ഇപ്പൊ അങ്ങനെ ഒരു സംഭവം നിന്റെ കുടുംബത്തിൽ ഉണ്ടായെന്ന് വേണം പറയാൻ. ആ നവ്യയുടെ കാര്യമൊക്കെ ഞാൻ ആലോചിക്കുമായിരുന്നു. അഭിയെ നമുക്ക് നേരത്തെ അറിയാലോ. അവന്റെ പെണ്ണിനെ നിന്റെ എതിരാളികൾക്ക് അടുത്തേക്ക് പറഞ്ഞു വിട്ടല്ലോ. അതൊക്കെ ഞങ്ങളുടെ ജ്വല്ലറിയെ മാത്രമല്ല, ഞങ്ങളുടെ കുടുംബത്തെയും തകർക്കാൻ വേണ്ടി ജ്വല്ലറി കണ്ടെത്തിയ മാർഗം. ബിസിനസ്സിൽ മത്സരങ്ങൾ ഉണ്ടാവുമല്ലോ. പക്ഷേ ഇവിടെ ബിസിനസ് മാത്രമല്ല, അനന്തപുരി തറവാടിനെ കൂടി ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് എതിരാളികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്.